അണുബോംബിന്റെ 100 മടങ്ങ് പ്രഹരശേഷി ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുമോ? അതെ, കൊലയാളി ചിഹ്നഗ്രഹം ലോകത്തിന്റെ ഉറക്കം കളയുന്നു. വലിയ ഭീതിയോടെയാണ് 2024 YR4 എന്ന ചിഹ്നഗ്രഹത്തിന്റെ വരവിനെ ശാസ്ത്രലോകം ഇന്ന് കാണുന്നത്. കാരണം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഇത്രയേറെ സാധ്യതയുള്ള ചിഹ്നഗ്രഹം അടുത്തിടെ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് പഠനങ്ങളും നിരീക്ഷണങ്ങളും പറയുന്നത്. ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടി സാധ്യത ഉള്ളതിനാൽ അതിസൂക്ഷ്മമായാണ് അതിനെ അധികൃതർ നിരീക്ഷിക്കുന്നത്. അതെ, ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞരെ പോലും ആശങ്കയിലാഴ്ത്തി YR4 ചിഹ്നഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനാൽ തന്നെ അത്രയധികം അപകട സാധ്യത ഇതിനുള്ളതിനാൽ സിറ്റി കില്ലർ എന്ന പേരും ഈ ചിഹ്നഗ്രഹത്തിനുണ്ട്. 2024 ഡിസംബറിലാണ് YR4 ചിഹ്നഗ്രഹത്തെ ചിലിയിലെ ദൂരദർശനിയിൽ കണ്ടെത്തിയത്. ഭൂമിക്ക് അടുത്തായി 2032 ഈ ചിഹ്നഗ്രഹം എത്തുക എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ചിഹ്നഗ്രഹം 2032 ഡിസംബർ 22 ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ നേരിയ സാധ്യത നിലനിൽക്കുകയാണ്. അതുതന്നെയാണ് ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത്. YR4 ചിഹ്നഗ്രഹം 2032 ഡിസംബറിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ 1.3% സാധ്യത മാത്രമാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് വെറും 1 മാസം കൊണ്ട് ഈ സാധ്യത 2.3% ഉയർന്നു. ഇതും ആശങ്കയ്ക്കുള്ള പ്രധാന കാരണമാണ്. ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പത്തെയും സഞ്ചാരപാതയെയും ഭൂമിക്കുള്ള അപകട ഭീഷണിയെയും കുറിച്ച് കൃത്യത വരാൻ കൂടുതൽ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. 2024 YR4 ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് 5.7 കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല 19 കിലോമീറ്റർ ദൂരെ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 130 മുതൽ 300 അടി വരെ വലിപ്പം കണക്കാക്കുന്നതാണ് ഈ ചിഹ്നഗ്രഹം. അതേസമയം ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് മനുഷ്യഗ്രഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ചിഹ്നഗ്രഹം പതിക്കുന്നിടത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഭീകരമായ നാശമുണ്ടാകുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ഭീഷണി ഉയർത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ സിറ്റി കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിൽ ചിഹ്നഗ്രഹത്തിന്റെ പതനം സംഭവിച്ചാൽ ഹിരോഷിമയിൽ പതിച്ച അണുബോംബിന്റെ 100 മടങ്ങ് പ്രഹരശേഷി ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. ഇപ്പോഴിതാ ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് ടീം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ചൈന. ഇതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 3 ബഹിരാകാശ വിദഗ്ധരെയാണ് ഈ സംഘത്തിലേക്ക് തേടുന്നത്. ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുകയും അതിവേഗം മുന്നറിയിപ്പുകൾ നൽകുന്നതുമാണ് ഈ സംഘത്തിന്റെ പ്രധാന ചുമതല. അതായത് 2030 ഒരു ബഹിരാകാശ പേടകം അയച്ച് ചിഹ്നഗ്രഹത്തിന്റെ പാത വ്യതിചലിപ്പിക്കാനുള്ള ആലോചനയിലാണ് ചൈനയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല ചൈനയ്ക്ക് പുറമെ അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഈ ഗ്രഹത്തെ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്തായാലും ബഹിരാകാശ ഗവേഷകർ കനത്ത ജാഗ്രതയിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.